നമസ്കാരം. 2025 ജൂലൈ മാസം 9-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലമാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. ബുധനാഴ്ച ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങളെ ലഘുവായിട്ട് വിവരിക്കുന്നതാണ് ഈ പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ കാണുവാനും താല്പര്യം കാണിക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെക്കുറിച്ച് ബുധനാഴ്ച ദിവസം ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ തിരക്കേടില്ലാത്തൊരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നൊരു ദിവസമായിരിക്കും. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് സ്ത്രീകൾ മുഖേന ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള മെച്ചപ്പെട്ട സാഹചര്യമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ദാമ്പത്യ ജീവിതം ഈ നാളുകാരെ സംബന്ധിച്ച് മെച്ചപ്പെട്ടൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നൊരു ദിവസമാണ്. ചിലർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, എങ്കിലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുവാൻ, അതിൽ നിന്നൊക്കെ സൗഖ്യം പ്രാപിച്ച് നല്ല ആരോഗ്യത്തിലേക്ക് കടന്നു വരാൻ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നു. പെൺമക്കൾക്ക് ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വന്തം പ്രയത്നത്താൽ ഏറെക്കുറെ കാര്യവിജയമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുന്നൊരു ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥിതി അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ഭാഗ്യം ഇവരെ തുണയ്ക്കുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ചിലർക്കൊക്കെ കാര്യമായി ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരുടെ ജീവിതത്തിൽ ബുധനാഴ്ച ദിവസം വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥത, ദേഹനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ആൺമക്കൾ മുഖേന ധനം വന്നു ചേരുവാനൊക്കെ സാധ്യതയുണ്ട്. ബുദ്ധിപരമായ പ്രവർത്തനത്തിൽ കൂടി ധനം കിട്ടുവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ധനം കിട്ടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകണമെന്നില്ല, തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് അത്ര മെച്ചമല്ല, മക്കളുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യവിജയം അത് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയൊക്കെ ഒരു പരിധിവരെ ഉണ്ടാകുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. രോഗം, ശത്രുത, കടബാധകൾ വലിയ പ്രശ്നമായിട്ട് അലട്ടത്തില്ലെങ്കിലും ബന്ധുക്കളുടെ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി, മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഒരു പരിധി വരെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ ധനം വന്നു ചേരുവാനൊക്കെ സാധ്യത കാണുന്നു. എങ്കിലും ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ധനസ്ഥിതി, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാസ്ത്ര മേഖലകളിൽ നിന്നും കലാപരമായ മേഖലകളിൽ നിന്നുമൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പെൺമക്കൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേനയും ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നു. മക്കളുടെ സ്ഥിതി വലിയ തിരക്കേടില്ലാത്ത പോകുന്നു. എങ്കിലും ബന്ധുക്കളൊക്കെ മക്കൾക്ക് ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഈ ജാതകരെ സംബന്ധിച്ച് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇവർക്ക് കാര്യമായ അനുഭവത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യവും ഭാഗ്യക്കേടുകളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബുധനാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖം, സ്വസ്ഥത, ദേഹനന്മയൊന്നും അത്ര മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് കടന്നു വരണം. ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ട സാഹചര്യമല്ല നിലവിലുള്ളത്. ധനപരമായിട്ടുള്ള വലിയ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. തൊഴിൽപരമായിട്ട് വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. മക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം എന്നല്ലാതെ വലിയൊരു നേട്ടമൊന്നും വന്നു ചേരത്തില്ല. കാര്യവിജയം ഇവർക്ക്
ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയമൊന്നും പൂർണ്ണമായിട്ടും അങ്ങോട്ട് വന്നു ചേരാത്തൊരു സാഹചര്യമാണ്. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചാലേ ഉള്ളൂ. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുന്നൊരു സാഹചര്യമാണ്. മാതാപിതാക്കളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ കർക്കിടകക്കുറുകാർക്ക് പിതാവ് മുഖേന നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മാതാവ് മുഖേന നേട്ടമൊന്നും ഉണ്ടാകാത്തൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും ബന്ധുക്കൾ ശത്രുക്കളാകുന്നതോടുകൂടി അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഭാഗ്യം തുണയ്ക്കുന്നൊരു സാഹചര്യവുമില്ല എന്നുള്ളതും അറിഞ്ഞു ജീവിക്കാം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിനുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. ധനത്തിൻ്റെ ക്ലേശവും കുടുംബത്തിലെ സ്ഥിതിയും, ധനത്തിന് ക്ലേശം ഉണ്ടാകാൻ കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക. എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി നോക്കുമ്പോൾ ഇവർക്കിപ്പോൾ രാജയോഗമാണ്. 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ഒരു സമയമാണ്. 10-ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം തനിച്ച് നിന്നാൽ രാജയോഗമാണല്ലോ. അപ്പോൾ രാജയോഗതുല്യമായ ജീവിതാനുഭവങ്ങൾ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ നിന്ന് ഇവർക്കുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. 7-ൽ രാഹു നിൽക്കുന്നു, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. അതും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചമാണ്. കാര്യവിജയമൊക്കെ മക്കൾ മുഖേനയൊക്കെ പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായിട്ടുള്ള കാര്യവിജയം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതിയൊക്കെ ഇവർക്ക് അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം ഈ ജാതകരെ സംബന്ധിച്ച് കുറച്ച് അനുകൂലമായ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യവുമാണ്. ഭാഗ്യക്കേടുകളാണ് ഇവർക്ക് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ചിലർക്ക് ഭാഗ്യം ചില കാര്യങ്ങളിൽ ഭാഗ്യം അവരെ തുണയ്ക്കുകയും ചെയ്യുമെന്നുള്ളതും ഒരു പ്രത്യേക അനുഭവമായിട്ട് ഇവർക്ക് വന്നു ചേരുന്നു. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. മക്കളെ സ്ഥിതി മെച്ചമല്ല. കാര്യവിജയം ഉണ്ടാകത്തില്ല. ശത്രുതാ രോഗത്താൽ കടബാധകൾ ഭാരപ്പെടും. മാതാപിതാക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് സ്ഥിതി മെച്ചമാണ്. പക്ഷെങ്കിൽ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു നേട്ടം ഇവർക്ക് വന്നു ചേരുന്നില്ല. കാരണം കണ്ടകശനി 7-ൽ ഉള്ളത് കൊണ്ട് ശനിയുടെ ദോഷം അനുഭവിക്കുന്നവർ ഓടി നടന്ന് എത്ര പ്രവർത്തിച്ചാലും കാര്യവിജയം ഉണ്ടാകണമെന്നില്ല. തടസ്സവും പ്രശ്നവുമായിട്ടൊക്കെ അങ്ങനെ പോകും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വെല്ലച്ചിൽ തട്ടാം. കണ്ടകശനി ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ശനി ബലവാനായിട്ട് 7-ൽ കണ്ടകശനി നിൽക്കുന്നതുകൊണ്ട് ശനി ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും അലഞ്ഞു തിരിഞ്ഞാലും ഒന്നും നേട്ടം വന്ന് ചേരണമെന്നില്ല. ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി നീരാഞ്ജന വഴിപാട് സ്ഥിരമായിട്ട് ചെയ്യുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടു പോകാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. ധനപരമായിട്ടുള്ള വിഷയം സ്ത്രീകൾ മുഖേനയൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. കാര്യവിജയം ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും. ചിലതൊക്കെ തടസ്സപ്പെട്ടു പോകും. രോഗം, ശത്രുത, കടബാധകളിലെ വലിയ ഭീഷണിയൊന്നും ഉണ്ടാകത്തില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. ഭാഗ്യം വരെ തുണയ്ക്കുന്നൊരു സാഹചര്യവുമാണ് നിലവിലുള്ളതെന്നുള്ളതും തുലാക്കൂറുകാർ അറിഞ്ഞ് ജീവിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഭാഗ്യം കൊണ്ട് വന്നു ചേരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അല്പസ്വല്പ അഭിപ്രായ വ്യത്യാസത്തിൽ കൂടിയൊക്കെ പോയാലും അനുകൂലമായി വരുന്നൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇപ്പോൾ ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. കാര്യവിജയം പ്രതീക്ഷയ്ക്കൊത്തുണ്ടാകത്തില്ല. രോഗം, ശത്രുത, കടബാധയുള്ള വലിയ ഭീഷണിയൊന്നും ഉണ്ടാകത്തില്ല. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി മോശമാണ്. മാതാവിനെ കൊണ്ട് നേട്ടം ഉണ്ടാകും. മാതാവിൻ്റെ കയ്യിൽ നിന്ന് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവ് മുഖേനയുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യം കൊണ്ട് ധനം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിതത്തിലെ സുഖാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ട് വലിയ നേട്ടത്തിലേക്ക് ഇവർ കടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് മനസ്സിലാക്കണം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ജാതകരെ സംബന്ധിച്ച്
ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വീട് വസ്തുവാനം ഭൂമിയെ സംബന്ധിച്ചുകൊണ്ട് ഏറെക്കുറെയൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ അർപ്പിക്കാമെന്നല്ലാതെ വലിയൊരു നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. 5-ൽ ശനി നിൽക്കുന്നു. 4-ാം ഭാവാധിപനായ ശനി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചിലർക്ക് അനുകൂലമാണ്, ചിലർക്ക് തടസ്സപ്പെട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ ഓടും. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം ഇവരെ അത്ര മേൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. എങ്കിലും ബന്ധുക്കൾ മുഖേന ഭാഗ്യക്കേടുകൾ ഉണ്ടാകാനും ബന്ധുക്കൾ മുഖേന ഭാഗ്യം ഉണ്ടാകുവാനും ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഗ്രഹനിലയിൽ എങ്ങനെ ബുധൻ നിൽക്കുന്നുവോ അപ്രകാരമാണ് ഇവർക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 9-ാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത്. അപ്പോൾ ബന്ധുക്കൾ മുഖേനയും പെൺമക്കൾ മുഖേനയൊക്കെ ഭാഗ്യം ഇവർക്ക് വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെങ്കിൽ ചിലർക്ക് അതൊക്കെ ശത്രുത മൂലം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ സുഖം, സ്വസ്ഥത, ദേഹനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കണ്ടകശനി അനുഭവത്തിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. തൊഴിൽപരമായിട്ടുള്ള മെച്ചപ്പെട്ട സ്ഥിതിയൊന്നും ഇവർക്ക് അത്രമേൽ നിൽക്കുന്ന ഒരു സമയമല്ല. അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നു. എങ്കിലും വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്ക് തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നു. മക്കളുടെ സ്ഥിതിയൊക്കെ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധ്യത ഉള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. മാതാവിൻ്റെ സ്ഥിതി, പിതാവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലം, പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമായ ഒരു സാഹചര്യത്തെ കൂടെ പോകുന്നു. അതുപോലെ തന്നെ വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് വലിയ നേട്ടമൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടകശനി ഉള്ളതുകൊണ്ട് ശനി എപ്രകാരം അവർക്ക് നിൽക്കുന്നുവോ, ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മാതാവ് മുഖേനയൊക്കെ ദോഷം വന്നു ചേരും. മാതാവിന് രോഗദുഃഖ പ്രയാസങ്ങൾ, വാഹന സംബന്ധമായ അപകടങ്ങൾ, ധനനഷ്ടം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ പോലെ ശനി ദോഷം ചെയ്യാത്തവരാണെങ്കിൽ തരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടിയൊക്കെ പോവും. ഭാഗ്യം ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഇവർക്ക് സൂര്യനാണ്. അത് 7 നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യം തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടവും തരക്കേടില്ലാതെ പോകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു ദിവസമല്ല ഈ ബുധനാഴ്ച ദിവസം. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭാര്യയ്ക്ക് ഭർത്താവിന് രോഗമോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു വിഷയമാണ്. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് മക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ പെൺമക്കളെ കൊണ്ട് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേന കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധ്യതയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സമയമല്ല. മാതാപിതാക്കളുടെ സ്ഥിതി നോക്കും പിതാവിൻ്റെ സ്ഥിതി അനുകൂലവും മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അപകടമൊക്കെ സംഭവിക്കാം. അഷ്ടമത്തിൽ കേതു നിൽക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ചിലർക്കൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. 12-ൽ ചന്ദ്രനാണ്, അതും സൂക്ഷിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം മകരക്കൂറുകാർ. 12-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. രോഗം, അപകടം, മരണം, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു. ഭാഗ്യം ഈ ജാതകരെ സംബന്ധിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാഗ്യം തുണയ്ക്കാത്തവർ ഒരു പക്ഷേ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ജാതകരെ സംബന്ധിച്ച് കുഴപ്പമില്ലാതെ പോകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ട ഒരു സാഹചര്യമല്ല. 7-ൽ ശുക്രനല്ല 7-ൽ കേതുവും കുജനും നിൽക്കുന്നു. അപ്പോൾ അതത്ര ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവത്തെ കൊടുക്കുന്നൊരു സാഹചര്യമല്ല എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞിരിക്കണം. മക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ജാതകർക്ക് പുത്ര ദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാം. ബുദ്ധിപരമായിട്ടുള്ള കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് മുഖേന നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അങ്ങനെ അലട്ടുന്ന ഒരു ദിവസമല്ല. നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിനെ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേനയൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസവുമാണ്.
ഭാഗ്യം കൊണ്ട് ഇവർക്ക് പുതിയ വീട്, വസ്തു, വാഹനമൊക്കെ സ്വന്തമാക്കാനും പറ്റുന്നൊരു സമയമാണ് നിലവിലുള്ളതെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, കാലുത്തുട്ടാതി, രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ഗതനമൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതം ഈ ജാതകരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടും വലിയ കുഴപ്പമില്ല. പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കാര്യവിജയമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണുള്ളത്. മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ കൂടി നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകളാലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അലട്ടിയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമാണ്. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തരക്കേടില്ലാത്ത അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാഗ്യം ഇവർക്ക് തുണയായിട്ട് നിൽക്കുന്നൊരു സമയവുമാണ് ഇപ്പോൾ എന്നുള്ളതും മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, കാലുത്തുട്ടാതി, രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നവഗ്രഹ നക്ഷത്രഫലമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.